إن الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയും ജീവിതത്തിൽ പകർത്തുകയും മുസ്ലിങ്ങളും മുവഹ്ഹിദുകളുമായി മരണം വരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അല്ലാഹുവിന്റെ ദീന് പൂർത്തിയായതാണ്. അതിലേക്ക് പ്രത്യേകിച്ചൊന്നും ചേർക്കുകയോ അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒഴിവാക്കുകയോ ചെയ്യേണ്ടതില്ലാത്ത വിധം അല്ലാഹു തൃപ്തിപ്പെട്ട് തന്നിട്ടുള്ളതാണ് ഇസ്ലാം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നിരുന്നത്. സാധാരണയായി നമ്മുടെ നമസ്കാരങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നത്. നേരായ ചൊവ്വായ നീതിപൂർവകമായ ഒരു വഴി എനിക്ക് കാണിച്ചു തരണം, ആ സിറാത്തിലായിരിക്കണം എന്നെ വഴി നടത്തേണ്ടത് എന്നതാണ് പ്രാർത്ഥനയുടെ പൊരുൾ. അതിനുശേഷം രണ്ട് കാര്യങ്ങൾ ഖുർആൻ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സിറാത്തുൽ മുസ്തഖീം എന്നത് അല്ലാഹു അനുഗ്രഹിച്ചിട്ടുള്ള വഴിയാണ്. എന്നാൽ അല്ലാഹുവിന്റെ കോപത്തിനും അല്ലാഹുവിന്റെ ശിക്ഷയ്ക്കുമൊക്കെ കാരണമായ മറ്റു രണ്ട് വഴികളെ സംബന്ധിച്ചും പറയുന്നുണ്ട്. മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആ രണ്ട് വഴികളിലൂടെ എന്നെ നടത്തരുത് എന്നാണ് അതിന്റെ താൽപര്യം. മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മതപരമായ ജീവിതത്തിൽ ഒരു വഴി മാത്രമാണ് ശരിയായിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ധാരാളമായി ഈ ഒരു ആശയത്തെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുന്ന മതം സൃഷ്ടാവും പരിപാലകനുമായ അല്ലാഹുവിന് കീഴ്പ്പെടുന്ന ഇസ്ലാമാണ്. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി തവഅൻ വകർഹ വഇലൈഹി യുർജഊൻ. സൂറത്തു ആൽ ഇംറാനിൽ അല്ലാഹു ബോധ്യപ്പെടുത്തുകയാണ്,
ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള അല്ലാഹുവിന്റെ സൃഷ്ടിചരാചരങ്ങളെല്ലാം ആ സൃഷ്ടാവിന്റെ നിയമത്തിന് വഴിപ്പെട്ടും വിധേയമായും നിർബന്ധമായും ഐച്ഛികമായും കീഴൊതുങ്ങിയാണ് കഴിയുന്നത്. അവർ മറ്റൊരു വഴിയും തേടുന്നില്ല. അവർക്ക് മറ്റൊരു വഴിയും തേടാൻ കഴിയുകയും ഇല്ല. ലോകത്തുള്ള മനുഷ്യരല്ലാത്ത സർവ ചരാചരങ്ങളും അവരുടെ സൃഷ്ടാവിന്റെ മാർഗത്തെയാണ് സ്വീകരിക്കുന്നത് എങ്കിൽ ആ മാർഗത്തെ തന്നെയായിരിക്കണം നിങ്ങളും പിന്തുടരേണ്ടത്. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂന, അതല്ലാത്ത ഏതൊരു മാർഗമാണ് നിങ്ങൾ പിന്തുടർന്നു പോകുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലും മദീനയിലും ജീവിക്കുമ്പോൾ അവിടെ ഒട്ടേറെ ആശയങ്ങളും ആദർശങ്ങളും മതവിശ്വാസങ്ങളും വെച്ചു പുലർത്തുന്നവരുണ്ട്. അഥവാ ബഹുമത സമൂഹത്തിൽ തന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിച്ചു വന്നിട്ടുള്ളത്. അഗ്നി ആരാധകരുണ്ട്, ബിംബാരാധകരുണ്ട്, പൂർവവേദങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്ന് പരിചയപ്പെടുത്തിയ അഹ്ലു കിതാബുകളുണ്ട്, ബഹുദൈവ വിശ്വാസികളായ ആളുകളുണ്ട്, മുശ്രിക്കുകളായ ആളുകളുണ്ട്. ഈ ആളുകളൊക്കെയുള്ള ഒരു സമൂഹത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിച്ചു പോകുന്നത്. ആ ആളുകൾ അവരുടേതായ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുകയും അനുഷ്ഠാന കാര്യങ്ങളിൽ മുന്നോട്ടു പോവുകയും ചെയ്യുന്നു. ഒരു വേള അള്ളാഹുവിന്റെ പ്രവാചകനോട് ഏറ്റവും നല്ല സൗഹൃദബന്ധം കാത്തുസൂക്ഷിക്കുകയും തിരിച്ചു പ്രവാചകൻ അതിലേറെ മനുഷ്യരെന്ന നിലക്കുള്ള ആത്മബന്ധത്തെ കൈവിടാതെ മുന്നോട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. മതവിശ്വാസിയുടെ മതേതര ജീവിതത്തെക്കുറിച്ച് വളരെ കൃത്യമായ ബോധ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ, വിശിഷ്യ മദീന ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, മാതൃകയാക്കി തരുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും സത്യവിശ്വാസിയായ ഒരാളുടെ മുൻപിൽ, അഥവാ ഷഹാദത്തു കലിമ ചൊല്ലി മുസ്ലിമായ ഒരാളുടെ മുമ്പിൽ ഇസ്ലാമല്ലാത്ത മറ്റൊരു വഴിയും ശരിയല്ല എന്നവന് ബോധ്യപ്പെട്ടേ പറ്റൂ. എത്ര വലിയ ആളുകൾ ഏതു തരത്തിൽ, ഏതു നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ, ഏത് അധികാരത്തിന്റെ പശ്ചാത്തലത്തിൽ സത്യവിശ്വാസികൾ ഇങ്ങനെയായിരിക്കണം അങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാലും ശരി, മതവിശ്വാസിയായ ഷഹാദത്തു കലിമ ചൊല്ലിയിട്ടുള്ള ഒരു മുസ്ലിമിന് മറ്റൊരു മാർഗത്തെ മതപരമായി അനുധാവനം ചെയ്യുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് മതം അംഗീകരിക്കാത്തതാണ്. അവൻ മതവിരുദ്ധനാണ്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറയുന്ന നിഅമത്ത്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് ഒരാൾ പാത്രിതനാകുന്നത് ആ മാർഗം സ്വീകരിക്കുമ്പോൾ മാത്രമാണ്. അപ്പോ എന്റെ ജീവിതത്തിൽ എനിക്ക് ശരിയായ മാർഗം ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഞാനാണ് പറയേണ്ടത്. അഥവാ മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് സൃഷ്ടാവിന്റെ ദീന്, അള്ളാഹുവിന്റെ ദീന്, അത് മാത്രമാണ് എന്റെ ജീവിതത്തിൽ മതപരമായ വഴികാട്ടി എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരച്ചു തന്ന ആ മാർഗം മാത്രമാണ് ഞാൻ സ്വീകരിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ ഒന്നുകൂടി പറയുന്നത്, ഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈന, അള്ളാഹുവിലും അള്ളാഹുവിന്റെ പ്രവാചകനിലും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ വഴികളിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു വേർതിരിവ് നിനക്കുണ്ടാക്കാൻ പാടില്ല. ഒരാൾ മനസ്സിലാകുന്നതിന് വേണ്ടി പറഞ്ഞാൽ, ക്രൈസ്തവ മതവിശ്വാസികളുടെ അനുഷ്ഠാനങ്ങളോട് ഏതെങ്കിലും തരത്തിൽ താൽപര്യം കാണിക്കുകയോ ജീവിതത്തിൽ കൊണ്ടുവരികയോ ചെയ്താൽ അയാൾ മുസ്ലിം അല്ലാതെയായി മാറുകയാണ് ചെയ്യുന്നത്. ഇസ്ലാമികമല്ലാത്ത ഒരു വഴിയെ
തന്റെ ജീവിതത്തിലേക്ക് വിശ്വാസമായോ ആചാരമായോ അനുഷ്ഠാനമായോ ഒരാൾ സ്വീകരിക്കുക വഴി അയാൾ മുസ്ലിമല്ലാതായി മാറുകയാണ് ചെയ്യുന്നത്. അയാൾ മുസ്ലിമല്ലാതെയായി മാറുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാം ശരിയിട്ട് വിജയിപ്പിക്കുന്നവനെ യഥാർത്ഥത്തിൽ മതേതരനാകാൻ കഴിയുകയുള്ളൂ എന്ന വിശ്വാസത്തെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മതേതരത്വത്തിന്റെ താൽപര്യങ്ങളും മതേതരത്വത്തിന്റെ നിർവചനങ്ങളും എന്ത് എന്നതിനപ്പുറത്ത് ഓരോ രാജ്യത്തും ഓരോ സമൂഹത്തിലും മതേതരത്വം എന്താണ് പരിഗണിക്കുന്നത് എന്നതിനപ്പുറത്ത് സത്യവിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ തിരുചര്യയുമാണ് മതപരമായി അവൻ സ്വീകരിച്ചാചരിക്കേണ്ട മാനദണ്ഡം. അതിനപ്പുറത്തൊരു മാനദണ്ഡവും അവന്റെ മുമ്പിലില്ല. ആ മാനദണ്ഡത്തെ സ്വീകരിക്കുന്ന സമയത്ത് അഥവാ അള്ളാഹുവിലും അള്ളാഹുവിന്റെ പ്രവാചകനിലും വിശ്വസിച്ചു പോകുമ്പോ വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ വൽ അസ്ബാത്ത്, മൂസാ നബിയിലും ഈസാ നബിയിലും ഇബ്രാഹിം നബിയിലും യാക്കൂബ് നബിയിലും അതേപോലെ തന്നെ വൽ അസ്ബാത്ത് അവരുടെ സന്തതി പരമ്പരകളായി വേദഗ്രന്ഥം നൽകപ്പെട്ടതും അതേപോലെ തന്നെ പ്രവാചകന്മാരുമായിട്ടുള്ളതിലുമെല്ലാം അവൻ വിശ്വസിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. വമാ ഊതിയ മൂസാ വഈസാ വഊതിയ നബിയ്യൂന മിർ റബ്ബിഹിം, മൂസാ നബിയിലും ഈസാ നബിയിലും പിന്നീട് വന്നിട്ടുള്ള പ്രവാചകർക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും റബ്ബിൽ നിന്ന് അവർക്ക് ലഭ്യമായിട്ടുള്ളതിലുമെല്ലാം അവർ വിശ്വസിക്കുന്നുണ്ട്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ, അവരിൽ നിന്ന് ഒന്നിനെയും അവർ വേർതിരിവ് കൽപ്പിക്കുന്നില്ല. സത്യവിശ്വാസിയായ ഒരാൾ വേർതിരിവ് കൽപ്പിക്കുന്നില്ല. വനഹ്നു ലഹു മുസ്ലിമൂൻ, അള്ളാഹുവിന് അഥവാ സിട്ടാവിന് കീഴൊതുങ്ങിയിട്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കേണ്ടത് എന്നതാണ് വിശുദ്ധ ഖുർആൻ മുന്നിൽ വെക്കുന്നത്. എന്നാൽ മൂസാ നബിയുടെ മതം ഇന്നില്ല. മൂസാ നബിയുടെ മതം എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയ മൂസാ നബിക്ക് നൽകിയ തൗറാത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജീവിത മാർഗങ്ങൾ ഇന്നില്ല. ഈസാ നബിക്ക് നൽകിയിട്ടുള്ള ഇൻജീലിന്റെ അടിസ്ഥാനത്തിലുള്ള സംവിധാനം ഇന്നില്ല. സബൂറിന്റെ അടിസ്ഥാനത്തിലുള്ള ജീവിത മാർഗം ഇന്നില്ല. മുൻകഴിഞ്ഞുപോയി പേര് ചൊല്ലി പഠിച്ചിട്ടുള്ള 25 പ്രവാചകന്മാരുടെയോ അല്ലെങ്കിൽ പ്രവാചകന്മാരായി പരിഗണിക്കപ്പെടുന്നവരുടെയോ ഒരു മാർഗങ്ങളും ഒട്ടും കലർപ്പ് വരാതെ സത്യസന്ധമായി എ മുതൽ സെറ്റ് വരെ സംരക്ഷിക്കപ്പെട്ടതായി ഇന്ന് ഭൂമിയിൽ ലഭ്യമല്ല. അങ്ങനെയൊരു മതമില്ല, അങ്ങനെയൊരു മതദർശനമില്ല, അങ്ങനെയൊരു ആശയമില്ല, അങ്ങനെയൊരു അഭിപ്രായങ്ങളില്ല. വേദഗ്രന്ഥമായി നമ്മുടെ മുമ്പിൽ കാണപ്പെടുന്ന ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ ബൈബിളിന്റെ 66 ഗ്രന്ഥങ്ങളോ അപ്രോക്രിഫ ഗ്രന്ഥങ്ങളോ ആയി നമ്മുടെ മുമ്പിൽ വല്ലതും കാണുന്നുണ്ട് എങ്കിൽ അവയിലൊരു വേള മുൻകഴിഞ്ഞു പോയ വേദഗ്രന്ഥത്തിലുള്ള ചില പരാമർശങ്ങൾ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുമ്പിലുള്ളത് എന്താണ്? അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുക എന്നതാണ്. പ്രവാചകനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർ കൊണ്ടുവന്നിട്ടുള്ളതിലും വിശ്വസിക്കുക എന്നതാണ്. പക്ഷേ അവ അവസാനത്തെ വേദഗ്രന്ഥത്തിലൂടെ അവസാനത്തെ പ്രവാചകനിലൂടെ ബാക്കിയുള്ളതെല്ലാം തന്നെ അംഗീകരിക്കേണ്ടതില്ല എന്നർത്ഥത്തിലല്ല, പക്ഷെ അവ നിലനിൽക്കുന്നില്ല എന്നത് ബോധ്യപ്പെടാൻ സത്യവിശ്വാസിയായ ഒരു മനുഷ്യന് കഴിയണം. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാദൂ വന്നസ്വാറാ വസ്വാബീൻ, ക്രിസ്ത്യാനികളായ ആളുകളെയും അതേപോലെ തന്നെ യഹൂദികളായ ആളുകളെയും സാബിമതക്കാരായ ആളുകളെയും വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്ന സന്ദേശവും ഇത് തന്നെയാണ്. നമ്മളോട് മാത്രം പറയുന്നതല്ല. എന്താണ് അവരോട് പറയുന്നത്? മൻ ആമന ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ സൃഷ്ടാവും പരിപാലകനുമായ പടച്ചതമ്പുരാനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന ഏകദൈവ വിശ്വാസം ഒരാൾ അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ അവർ യഹൂദിയാകട്ടെ, അവർ ക്രിസ്ത്യാനിയാകട്ടെ, അവർ സാബിമതക്കാരനാകട്ടെ, ആരാകട്ടെ, മനുഷ്യരായി സൃഷ്ടികളായി പ്രപഞ്ചത്തിൽ കാണുന്ന ആരും സൃഷ്ടാവിനെ മാത്രം ആരാധിച്ചു പോകുന്നുണ്ട് എങ്കിൽ വൽ യൗമിൽ ആഖിർ, പരലോകത്തിൽ ശരിയായവർ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഇത് രണ്ടും പറഞ്ഞ് ഖുർആൻ അവിടെ നിർത്തുന്നില്ല. മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞു, വഅമില സ്വാലിഹൻ, വഅമില സ്വാലിഹൻ, അവർ സൽക്കർമ്മങ്ങൾ ചെയ്തു പോവുകയും ചെയ്യണം. അമലു സ്വാലിഹാത്തിന്റെ മാനദണ്ഡം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനായി കടന്നു വന്നു. ആ പ്രവാചകൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്തോ അതാണ് അമലു സ്വാലിഹാത്തായി പരിഗണിക്കേണ്ടത്.
ആ പ്രവാചകൻ എന്തു പാടില്ലെന്ന് പറഞ്ഞോ അതവൻ അമൽ സ്വാലിഹാത്തായി സ്വീകരിക്കേണ്ടതില്ല, വർജിക്കേണ്ടതാണ്, ഉപേക്ഷ വരുത്തേണ്ടതാണ്. അത് സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്കാണ് തന്റെ റബ്ബിന്റെ അടുക്കൽ ശരിയായ പ്രതിഫലമുള്ളത്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവരൊരിക്കലും തന്നെ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല എന്നതാണ് വിശുദ്ധ ഖുർആൻ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അഥവാ സത്യവിശ്വാസിയായൊരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിലാണ് വിശ്വസിക്കേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആചാരങ്ങൾ സ്വീകരിക്കേണ്ടത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് കർമ്മങ്ങൾ സ്വീകരിക്കേണ്ടത്, അടിസ്ഥാനത്തിലാണ് ആഘോഷങ്ങൾ സ്വീകരിക്കേണ്ടത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് അവന്റെ ജീവിതത്തിന്റെ രാവും പകലും എന്തൊക്കെ അവൻ മതപരമായി നിർവഹിക്കുന്നുണ്ടോ അതെല്ലാം ഉൾക്കൊള്ളേണ്ടത്. എന്നിട്ട് ഒന്നുകൂടി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അപ്പോൾ അവർ ശരിയല്ലേ? മറ്റുള്ള ആളുകൾ സൽക്കർമ്മം ചെയ്യുന്നില്ലേ? മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ നല്ല മനുഷ്യരായിട്ടുള്ള ആളുകളില്ലേ? അവരുടെ മതത്തിനെന്താണ് കുഴപ്പം? അവരുടെ ആദർശത്തിനെന്താണ് കുഴപ്പം? ആ മാർഗം സ്വീകരിക്കുന്നത് ഇത്ര വലിയ തെറ്റായ കാര്യമാണോ? എല്ലാം പടച്ചവനിലേക്ക് എത്തുന്ന വഴിയല്ലേ എന്നത് ഇങ്ങനെ പറയുമ്പോ ആ ഉദാഹരണം അള്ളാഹുവിന്റെ ദീനുമായി കണക്റ്റഡ് അല്ല. കോഴിക്കോട്ടേക്ക് പോകാൻ ഉപയോഗിക്കുന്ന വഴി പല പല വഴികളിലൂടെ കോഴിക്കോട് എത്തിച്ചേർന്നാൽ പോരെ എന്നതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ച് അവസാനിപ്പിക്കേണ്ടതല്ല അള്ളാഹുവിന്റെ ദീന് എന്ന് പറയുന്നത്. മറിച്ച് പല പല വഴികളിലൂടെ എവിടെ എത്തി എന്നതല്ല, ഒരൊറ്റ വഴിയിലൂടെ മാത്രമേ നീ സിട്ടാവിനെ പ്രാപിക്കാൻ പാടുള്ളൂ, നീ സ്വർഗത്തിന്റെ മാർഗം സ്വീകരിക്കാൻ പാടുള്ളൂ എന്നത് കട്ടായമായി വിശുദ്ധ ഖുർആൻ നൽകുന്ന സൂചനയാണ്. ഖുർആൻ പറഞ്ഞു, വഖാലൂ ലൻ നദ്ഖുലൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല ആർക്കൊഴികെ, ഇല്ലാ മൻ കാന ഹൂദൻ, അവർ യഹൂദികളായിരുന്നാലും, ഔ നസ്വാറ, അവർ നസ്രാക്കളായിരുന്നാലും. മുസ്ലിങ്ങളല്ലാത്ത ഏതു മതവിശ്വാസികളായ ആളുകളും അവർ നല്ലവരല്ലേ, നല്ലതു ചെയ്യുന്നില്ലേ, നമ്മളെക്കാൾ നല്ലതു ചെയ്യുന്നില്ലേ, അവർ സ്വർഗത്തിലേക്ക് പോവുകയില്ലേ എന്നത് ഒരു വ്യക്തിയെ എടുത്ത് അയാൾ സ്വർഗത്തിലാണോ ഇന്ന വ്യക്തി നരകത്തിലാണോ എന്ന് വേർതിരിക്കാനും വ്യാഖ്യാനിക്കാനും ഒരു മുസ്ലിമിന് അവകാശമില്ല. എന്നാൽ ആര് സ്വർഗത്തിൽ പോകും, ആര് നരകത്തിൽ പോകും, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുന്നതിന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ തിരുചര്യനുസരിച്ച് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നല്ല, നമ്മുടെ മേൽ ബാധ്യതയായ കാര്യം കൂടിയാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ യഹൂദികളായി എന്നതിന്റെ പേരിൽ മാത്രം സ്വർഗത്തിൽ പോകില്ല, നിങ്ങൾ നസ്രാക്കളായി എന്നതിന്റെ പേരിൽ മാത്രം സ്വർഗത്തിൽ പോകില്ല, നിങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന പേരുകൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത് എല്ലാം ശരിയാണ്, അതും ശരി ഇതും ശരി, എല്ലാം ശരി, അങ്ങനെ എല്ലാം ശരിയിട്ട് പോകുന്നു, അങ്ങനെ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാമെന്നതാണ്. എങ്കിൽ സർവവേദ സത്യവാദമായിരുന്നാലും സർവമത സത്യവാദമായിരുന്നാലും എല്ലാം മോക്ഷത്തിന്റെ മാർഗമാണ് എന്ന് അവതരിപ്പിച്ചുകൊണ്ട് അത് സ്വർഗത്തിന്റെ വഴിയായി പരിചയപ്പെടുത്തുന്നുണ്ട് എങ്കിൽ തിൽക അമാനിയുഹും, അതവരുടെ വ്യാമോഹം മാത്രമാണ്, അത് നടക്കാത്ത ദിവാസ്വപ്നം മാത്രമാണ്. എല്ലാം ശരിയിട്ട് വിജയിപ്പിച്ച് സ്വർഗത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ അതൊരിക്കലും തന്നെ ശരിയായ മാർഗമല്ല, ശരിയായ വഴി ഒന്നു മാത്രമാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, എല്ലാം ശരിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്രവാചകരെ അവരോട് പറഞ്ഞേക്കുക, ഹാത്തു ബുർഹാനക്കും, എല്ലാം ശരിയാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ അതിന് തെളിവ് കൊണ്ടുവരണം, അതിന് തെളിവുണ്ടാകണം. സൃഷ്ടാവിങ്കിൽ നിന്ന് അവതീർണമായിട്ടുള്ള പ്രമാണനിബദ്ധമായിട്ടുള്ള വേദഗ്രന്ഥാനുസാരിയായിട്ടുള്ള സന്ദേശങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കേണ്ടതുണ്ട്. ഖുൽ ഹാത്തു ബുർഹാനക്കും ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണ് എങ്കിൽ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ 111 വചനത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അഥവാ സത്യവിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഭയമില്ലാതെ ജീവിക്കണം എങ്കിൽ, അയാൾക്ക് സ്വർഗപ്രവേശനം നേടണമെങ്കിൽ, അയാൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഖുർആനിന്റെയും തിരുശരിയുടെയും അടിസ്ഥാനത്തിലായിരിക്കണം മതപരമായി അവരുടെ ജീവിതം ക്രമീകരിക്കേണ്ടത് എന്നതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്നിട്ടൊന്നുകൂടി ഖുർആൻ പറഞ്ഞു, ഇതേ പടച്ചവന്റെ അടുക്കൽ സ്വീകരിക്കൂ. എന്നാൽ മറ്റുള്ള കാര്യത്തോടുള്ള സമീപനം എന്താണ്? ഫമൻ ശാഅ ഫൽയുമിൻ ഫമൻ ശാഅ ഫൽയക്ഫുർ.
മറ്റു കുറെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഒക്കെ മനുഷ്യന്മാർ സ്വീകരിച്ചു പോകുന്നുണ്ടായിരിക്കാം. ആ സ്വീകരിച്ചു പോകുന്നതിന് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് അംഗീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസിയായ ഒരാൾ ചെയ്യേണ്ടത്. അതയാളുടെ ദീനുമായി ബന്ധപ്പെട്ടതോ അയാളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതോ അയാളുടെ നിലപാടുമായി ബന്ധപ്പെട്ടതോ ആയ കാര്യമാണ്. നേരെ മറിച്ച് അതും ശരി ഇതും ശരി അപ്പുറവും ശരി ഇപ്പുറവും ശരി എല്ലാം ശരി ഞാൻ എല്ലാത്തിന്റെയും ആളാണ് എന്ന് പറയുന്ന രീതിയല്ല സത്യവിശ്വാസിയായ ഒരാള് സ്വർഗപ്രവേശനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെയ്യേണ്ടത്. എന്നാൽ പല പല വിശ്വാസങ്ങൾ, പല പല ആചാരങ്ങൾ, പല പല സംസ്കാരങ്ങൾ ഇതെല്ലാം സ്വീകരിച്ചു പോകാനുള്ള സ്വാതന്ത്ര്യത്തെ അള്ളാഹുവാണ് വകവെച്ചു കൊടുത്തിട്ടുള്ളത്. അള്ളാഹുവാണ് വകവെച്ചു കൊടുത്തിട്ടുള്ളത്. അതിൽ ചില വിശ്വാസങ്ങൾ, ചില ആളുകൾ, ചില മതക്കാർ കുറച്ചുകൂടി അടുപ്പമുള്ള ആളുകളായിരിക്കാം. ഇസ്മായിൽ നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും സന്താന പരമ്പരകളിൽ വരുന്ന, അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദർശപിതാവായി സ്വീകരിക്കുന്ന മതവിശ്വാസികൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളം കാണാൻ കഴിയും. അങ്ങനെയൊക്കെ പരസ്പര ബന്ധമുള്ളവരും ഇഴയടുപ്പമുള്ളവരുമൊക്കെ ഉണ്ടാകും. പക്ഷേ ആ മാർഗമാണ് ശരി എന്നതോ ആ മാർഗത്തിൽ ശരിയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് പിന്തുടരുക എന്ന് പറയുന്നതോ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കരണീയമല്ല. ഫമൻ ശാഅ ഫൽയുമിൻ, ഇഷ്ടമുള്ളവന് സ്വീകരിക്കാം. ഫമൻ ശാഅ ഫൽയക്ഫുർ, ഇഷ്ടമുള്ളവന് തള്ളിക്കളയുകയുമാകാം, നിഷേധിയായി മാറുകയുമാകാം, അവിശ്വാസിയായി മാറുകയും ചെയ്യാം. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കാം. നിങ്ങളുടെ മതവിശ്വാസത്തിൽ ഞാൻ എതിർപ്പുണ്ടാകാൻ പാടില്ല, എനിക്ക് വിയോജിപ്പുണ്ടാകാൻ പാടില്ല, എനിക്ക് അതിനെ തകർക്കാനോ അതിനെ തകിടം മറിക്കാനോ ഉള്ള അവസ്ഥ ഉണ്ടാകാൻ പാടില്ല, അതിനെതിരായി പ്രവർത്തിക്കാനും പാടില്ല. അള്ളാഹു അനുവദിച്ചു കൊടുത്ത സ്വാതന്ത്ര്യത്തിന്റെ മേൽ സത്യവിശ്വാസിയായൊരു മനുഷ്യന് അമിതമായ സൂപ്പർ ഭക്തി അള്ളാഹുവിന്റെ ദീനിൽ സ്വീകരിക്കുന്നതിനെ ഇസ്ലാം വിയോജിക്കുന്നു, ഇസ്ലാം എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അവർ ബഹുദൈവ വിശ്വാസികളാകാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഏകദൈവ വിശ്വാസികളായി ജീവിക്കാൻ മറ്റൊരാൾക്ക് സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ, ഖുർആൻ അംഗീകരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ ഖുർആനിനെതിരായി സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും അവർക്കുണ്ട്. അത് പടച്ചവൻ വകവെച്ചു കൊടുത്തിട്ടുള്ളതാണ്. അത് ശരിയാണ് എന്നർത്ഥത്തിലല്ല. വിമർശന സ്വാതന്ത്ര്യത്തെയും ജീവിത സ്വാതന്ത്ര്യത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും സർവാധിനാഥനായ പടച്ചതമ്പുരാൻ അനുവദിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ആ അനുവാദത്തിനെതിരായി സത്യവിശ്വാസിയായ ഒരാൾ മുന്നോട്ട് പോകാൻ പാടില്ല. പക്ഷേ ഏതും സ്വീകരിക്കാം, എങ്ങനെയും സ്വീകരിക്കാം എന്നിടത്തല്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതവിശ്വാസം അനുസരിച്ചു പോകാം. എനിക്കെന്റെ മതവിശ്വാസം അനുസരിച്ചാണ് പോകേണ്ടത്. എനിക്ക് എന്റെ മതം പ്രിയങ്കരമായിരിക്കണം. മറ്റൊരാൾക്ക് അയാളുടെ മതവിശ്വാസം പ്രിയങ്കരമാകുന്നത് പോലെ തന്നെ എനിക്കെന്റെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ, നിയമപരമായി അനുധാവനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെ ഭരണഘടനാപരമായി അനുവദിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതേ അനുവാദം തന്നെയാണ് എന്റെ സ്വാതന്ത്ര്യത്തിനെതിരായി ഞാൻ ജീവിക്കാതിരിക്കുക. എനിക്കനുവദിച്ച സ്വാതന്ത്ര്യമനുസരിച്ച് ഞാൻ മുസ്ലിമായി ജീവിക്കുക. അയാൾക്കനുസരിച്ച സ്വാതന്ത്ര്യമനുസരിച്ച് അയാൾ മുസ്ലിമായും ജീവിക്കാം. അതിന് ഭരണഘടനാനുസൃതമായും തെറ്റായ കാര്യമല്ല, മതപരമായും അത് തെറ്റായ വിഷയമല്ല. പക്ഷേ ഞാനൊരു മതേതരവാദിയായി ജീവിക്കണമെങ്കിൽ ബഹുദൈവ വിശ്വാസത്തിന്റെയോ ബഹുഭൂരിപക്ഷത്തിന്റെയോ ആചാരാനുഷ്ഠാനങ്ങൾ മതപരമായി എന്റെ ജീവിതത്തിലേക്ക് കൂടി കൊണ്ടുവന്ന് ശരിയിട്ടാലേ എനിക്ക് മതേതര വിശ്വാസിയാകാൻ കഴിയുകയുള്ളൂ എന്ന വിശ്വാസത്തെ ദീന് പ്രോത്സാഹിപ്പിക്കുന്നില്ല, ദീന് പഠിപ്പിക്കുന്നില്ല എന്നതാണ് നാം ഉൾക്കൊള്ളേണ്ടത്. അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على أشرف الأنبياء والمرسلين محمد وآله وصحبه أجمعين أما بعد اتقوا الله عباد الله. അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിലേക്ക് ഇസ്ലാം കടന്നുവരുന്നത് പ്രവാചകന്മാരിലൂടെയല്ല. ഒരു പ്രവാചകൻ കേരളത്തിൽ വന്ന് പ്രബോധനം ചെയ്ത് ആ പ്രവാചകന്റെ ആളുകൾ ധാരാളമായി ഉണ്ടായതിനു ശേഷം
മക്കയും മദീനയിലുമുള്ള മനുഷ്യർ ജീവിച്ചതുപോലെയല്ല കേരളത്തിലേക്ക് ഇസ്ലാം വന്നിട്ടുള്ളത്. പ്രവാചക അധ്യാപനങ്ങളെ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ കേരളത്തിൽ വന്ന് പ്രബോധനം ചെയ്ത സാഹചര്യത്തിലൂടെയാണ് കേരളത്തിൽ ഇസ്ലാം വ്യാപിക്കുന്നതും പ്രചരിക്കുന്നതും പ്രചരിപ്പിക്കപ്പെടുന്നതും. അന്ന് കേരളത്തിലുണ്ടായിരുന്ന ആളുകൾ അവർ മുസ്ലിങ്ങളായ ആളുകൾ ഉണ്ടാകാതിരിക്കാം. പക്ഷേ മനുഷ്യരായ ആളുകൾ അന്നും കേരളത്തിലുണ്ട്. അവർ സ്വീകരിക്കുന്നതായിട്ടുള്ള സംസ്കാരങ്ങളുണ്ട്. ആ സംസ്കാരങ്ങൾ പിന്നീട് ശരിയായ ഇസ്ലാമിക വിശ്വാസ ആചാരമനുഷ്ഠിച്ചുകൊണ്ട് കുറെ ആളുകൾ കേരളത്തിൽ വന്ന അറബികളിലും അവരുടെ ആദർശങ്ങളിലും ഒക്കെ ആകൃഷ്ടരായി ഇസ്ലാമാണ് ശരിയെന്ന് മനസ്സിലാക്കിയിട്ടാണ് മുസ്ലിങ്ങളായി മുന്നോട്ടു പോകുന്നത്. പ്രപിതാക്കന്മാരായ ആളുകളുടെ ചരിത്രത്തിലേക്ക് ദീർഘമായി വർഷങ്ങൾക്കപ്പുറത്തേക്ക് പരിശോധിച്ചാൽ ഒരു വേള നമ്മുടെയൊക്കെ വേരുകൾ പൂർണ്ണാർത്ഥത്തിൽ മുസ്ലിം പ്രപിതാക്കളുടെ പേരുകളിലേക്ക് ചേർത്തിയിട്ടാകണം പറയുന്നത് എന്ന് സാധ്യത കുറവാകാം. ചരിത്രപരമായി അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇങ്ങനെ മറ്റൊരു സമൂഹത്തിന്റെ ഭാഗമായി ജീവിച്ചിട്ടുള്ള ആളുകൾ പിന്നീട് ഇങ്ങനെ മുസ്ലിങ്ങളായും അല്ലാതെയും ഒക്കെ വളർന്നു വരുമ്പോ ഇവിടെയുള്ള ചില സംസ്കാരങ്ങളെ നമ്മളുടെ ജീവിതത്തിലേക്കും നമ്മൾ അനുധാവനം ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങൾ അവർ സ്വീകരിക്കുന്ന വസ്ത്രധാരണ രീതി, ഇസ്ലാമിൽ ഇന്ന വസ്ത്രമേ സ്വീകരിക്കാവൂ എന്നൊരു കോഡൊന്നുമില്ല, ഒരു സ്റ്റൈലൊന്നുമില്ല. കോഡ് പറഞ്ഞിട്ടുണ്ട്, പുരുഷൻ ഇന്ന രീതിയാകണം, സ്ത്രീ ഇന്ന രീതിയാകണം എന്ന്. ഓരോ നാട്ടിലും ഓരോ തരത്തിലുള്ള ഡ്രസ്സ് സംവിധാനങ്ങളാണുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ചാചരിച്ചു പോകുന്നുണ്ട്. ചിലതരത്തിലുള്ള കെട്ടിടങ്ങളുടെ രൂപവും അതിന്റെ സാദൃശ്യവും ഒക്കെ ഇങ്ങനെ പല സംസ്കാരങ്ങൾ നമ്മുടെ താമസ ക്രമീകരണങ്ങളിലും ജീവിത ക്രമീകരണങ്ങളിലും കച്ചവടങ്ങളിലും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ സംഭവിച്ചു പോയിട്ടുള്ള ഒരു പ്രയാസകരമായ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് മതപരമായ ചില ജീവിതത്തിന്റെ ചില കാര്യങ്ങൾ, അത് ഇത്തരത്തിലുള്ള ചില കൾച്ചറുകൾ, ചില സംസ്കാരങ്ങൾ അത് കൈവിടാതെ അതും മതപരമായ ചില കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കി പോകുന്ന ചില അവസ്ഥകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നതാണ്. ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ ആ നാട്ടിലുള്ള ഏതെങ്കിലും സംസ്കാരങ്ങളോ ആചാരങ്ങളോ ഒരു നാടിന്റെ ഭാഗമായി വരേണ്ട ചില കാര്യങ്ങൾ, സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് അത് ദീനുൽ ഇസ്ലാമിൽപ്പെട്ട ഒരു സംഗതിയല്ല. രാഷ്ട്രത്തോടു കൂറുള്ളവരായി ജീവിക്കണം എന്നത് ഇസ്ലാം പറയുന്നൊരു കാര്യമാണ്. പക്ഷെ അതൊരു നാട്ടിൽ ജീവിക്കുമ്പോൾ സ്വീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത് ദീനീപരമായൊരു കാര്യമല്ല. പക്ഷെ ദീനിൽ ജീവിക്കുമ്പോൾ അവനവൻ ജീവിക്കുന്ന നാട്ടിൽ മതവിരുദ്ധമല്ലാത്തൊരു കാര്യത്തെ സ്വീകരിക്കേണ്ടതുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങൾ സ്വീകരിച്ചു പോകുന്നു എന്നത് ശരി തന്നെയാണ്. ദീന് എതിര് നിൽക്കുന്ന വിശ്വാസത്തിന്റെയോ ആചാരത്തിന്റെയോ അനുഷ്ഠാനത്തിന്റെയോ ആഘോഷത്തിന്റെയോ ഒക്കെ രംഗങ്ങളിൽ ദീന് പ്രത്യക്ഷമായി എതിര് നിൽക്കുന്ന നാട്ടിലുള്ള സംസ്കാരങ്ങളുമായി ഇഴചേർന്നു നിന്ന് അതും ഞാൻ ചെയ്യേണ്ടതാണ്, അതിനും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു വിശ്വാസത്തെ, അതിനെ വളരെ ജാഗ്രതയോടുകൂടിയിട്ടാണ് നാം കാണേണ്ടത്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പുതുവിശ്വാസികളായ കുറെ ആളുകൾ കടന്നു വന്നിരുന്നു. ഞാൻ മനസ്സിലാകാൻ വേണ്ടിയാണ് പുതുവിശ്വാസികൾ എന്നുപയോഗിച്ചത്. അങ്ങനെ ഒരു ടേം മതപരമായി ഉപയോഗിക്കേണ്ടതൊന്നുമില്ല. അത്തരം ആളുകൾ കടന്നു വന്നപ്പോ ചില ആളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, സഹാബികളിൽ ചില ആളുകൾ ചില രീതികളൊക്കെ സ്വീകരിച്ച സമയത്ത് ആ ജാഹിലിയത്തിന്റെ ഭാഗം ഇപ്പോഴും നിന്നിൽ അവശേഷിക്കുന്നുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചിരുന്നു. അതും കൂടെ ഒഴിവാക്കിയേക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അവർ ജീവിച്ചു പരിചയിച്ചു വന്ന സാഹചര്യത്തിൽ നിന്ന് മാറി ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ അതിന്റെ ചില അനുരണനങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു. പ്രവാചകൻ അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ജീവിക്കുന്ന ഒരു നാട്ടിൽ, ആ നാട്ടിൽ അള്ളാഹുവിന്റെ ദീനിന് പ്രത്യക്ഷത്തിൽ എതിര് വരുന്ന, അള്ളാഹുവിന്റെ ദീനിന്റെ നിർദ്ദേശങ്ങളോട് പ്രത്യക്ഷത്തിൽ എതിര് വരുന്ന കാര്യങ്ങളെ, ആ എതിര് വരുന്ന കാര്യങ്ങളെ അനുധാവനം ചെയ്യുമ്പോൾ നാം സൂക്ഷിക്കണം.
അതേതാണ്, എങ്ങനെയാണ്, ഏതൊക്കെയാണ് എന്ന് അക്കമിട്ട് നിരത്തി വിശദീകരിക്കുകയല്ല എന്റെ ധർമ്മം. അത് സത്യവിശ്വാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ദീനിൽ ഇത് ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഏതൊരു മനുഷ്യനുണ്ടായിരിക്കും. മതപരമായ ആചാരത്തിന്റെ പേരിലോ മതപരമായ അനുഷ്ഠാനത്തിന്റെ പേരിലോ മതപരമായി അനുവർത്തിച്ചു പോകുന്നതിന്റെ പേരിലോ ഒക്കെ ഏതെങ്കിലും വ്യത്യസ്ത മതങ്ങളുടെയോ ആചാരങ്ങളുടെയോ അനുഷ്ഠാനങ്ങളുടെയോ ഭാഗമായ ചില കാര്യങ്ങൾ അവനവന്റെ ജീവിതത്തിലേക്ക് അത് നാടിന്റെ സംസ്കാരമായി മാറുന്നു എന്നതിനപ്പുറത്ത് മതത്തിന്റെ സംസ്കാരമായിട്ടാണ് അത് വിലയിരുത്തപ്പെടുന്നത് എങ്കിൽ അത് സ്വീകരിക്കുന്നിടത്തും അത് ഉൾക്കൊള്ളുന്നിടത്തും അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നിടത്തും കൃത്യമായ ജാഗ്രത സത്യവിശ്വാസികൾ വെച്ചു പുലർത്തേണ്ടതുണ്ട്. ജന്മദിനം ആഘോഷിക്കുന്നു എന്ന് പറയുന്നു. പ്രവാചകനെ കുറിച്ചല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ബർത്ത്ഡേ എന്ന് പറയുന്ന ഒരു സംവിധാനം, അത് ഇസ്ലാമികപരമായി എവിടെയും കാണാത്തൊരു സംവിധാനമാണ് ബർത്ത്ഡേ എന്ന് പറയുന്നത്. നാം ജീവിക്കുന്ന സമൂഹത്തിൽ അതൊരു കൾച്ചറായി രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. മുൻകാലങ്ങളിലുണ്ട്, ഇപ്പോൾ ഒരു പക്ഷെ കൂടുതൽ ശക്തമാകാം. അത് ചില മതങ്ങളോടോ ചില ആദർശങ്ങളോടോ ചില ആശയങ്ങളോടോ താദാത്മ്യപ്പെടുന്നത് കൂടിയാണ്. അങ്ങനെ താദാത്മ്യപ്പെടുമ്പോ അതിനകത്ത് എന്താ പത്ര പ്രശ്നം? കുറച്ച് മധുരം കഴിക്കുന്നതിന്, അതേപോലെ തന്നെ ഏതെങ്കിലും ഒരാളുടെ ജീവിതത്തിൽ അയാൾക്കൊരു വയസ്സാകുമ്പോ ആ വയസ്സിനെ കുറിച്ച് പറയുന്നതിന്, അതൊരു ആശംസയായി പറയുന്നത്, അതൊക്കെ എത്ര വലിയ തെറ്റാണോ? അതൊക്കെ നരകത്തിൽ പോകുന്നതാണോ? ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വിശ്വാസം എന്ന് പറയുന്നത് ടപ്പേ എന്ന് പറഞ്ഞ് പൊളിഞ്ഞു വീഴുന്ന സാധനമൊന്നുമല്ല. അരിച്ചരിച്ചരിച്ചായിരിക്കും നിങ്ങളെ വിശ്വാസത്തെ കരണ്ട് തിന്നുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ചെറിയ ചെറിയ ഭാഗങ്ങളിലൂടെയായിരിക്കണം വലിയ തരത്തിൽ നിങ്ങളിലേക്ക് അത് കടന്നു വരുന്നത് എന്നതാണ്. ലാഘവത്തോടുകൂടി സമീപിക്കുമ്പോ അത്തരത്തിൽ പലതും അവനവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ടാകും. വെഡ്ഡിംഗ് ആനിവേഴ്സറി എന്ന് പറയുന്ന സംവിധാനം എന്താണ്? ഇപ്പോൾ ഒരാളുടെ വിവാഹത്തിന് ഇന്ന് എന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും വിവാഹമാണ്, സന്തോഷമുണ്ട് എന്ന് മക്കൾ പറയുകയും പ്രത്യേകമായി എന്തെങ്കിലും സംവിധാനം ചെയ്യുകയും ചെയ്യുമ്പോൾ അതിൽ ഇത്ര വലിയ തെറ്റുണ്ടോ എന്ന് ചോദിക്കാം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വഴിമാറിപ്പോകുന്നതിന് വേണ്ടി നമുക്ക് കാരണമാകുന്നത്. കാരണം ഇത്തരത്തിലുള്ള കുറെ ആചാരങ്ങൾ നമ്മുടെ ഉമ്മറപ്പടിയിൽ വന്ന് കാത്തു നിൽക്കുകയാണ്. എന്തിന്? നമ്മളുടെ സമ്മതം ലഭിക്കുന്നതിന് വേണ്ടി. ആ സമ്മതം ചെറിയൊരു മൂളലിലൂടെയോ ചെറിയൊരു ആശംസയിലൂടെയോ ചെറിയ ഒരു അംഗീകാരത്തിലൂടെയോ അത് നൽകുക വഴി അതിനേക്കാൾ പിറകിലുള്ളത് ചീട്ടുകൊട്ടാരം കണക്കെ മറിഞ്ഞു വീഴാനുണ്ട് എന്ന് ഗ്രഹിക്കാൻ, ജാഗ്രത കാണിക്കാൻ ഒരു സത്യവിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട്. അവിടെ എല്ലും മുല്ലുമൊക്കെ ഓരോന്ന് വേർതിരിച്ച് അതിലുള്ള തെറ്റെന്ത് ഇതിലുള്ള തെറ്റെന്ത് എന്ന് പറയുമ്പോ ജീവിതം നന്നായി വരട്ടെ എന്ന് ഒരു ഭാര്യയോടും ഭർത്താവിനോടും ആശംസിക്കുമ്പോ അയാൾ നരകത്തിലേക്ക് പോവുക. എന്താണ് നിങ്ങൾ ഈ പറയണേ എന്ന് ചോദിക്കുമ്പോ ഓരോന്ന് നുള്ളിയെടുത്ത് വിശദീകരിക്കുമ്പോ ഒരുപക്ഷെ അതിൽ തെറ്റ് കാണാൻ കഴിയില്ല. പക്ഷെ അത്തരം സംസ്കാരങ്ങൾ ചില മതങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന, ചില മതങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമായി വരുന്ന, ചില ആചാരങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമായി വരുന്നത് ആകുന്നുവെങ്കിൽ ആ കൾച്ചറുകളെ, ആ സംസ്കാരങ്ങളെ നമ്മളുടെ ജീവിതത്തിലേക്ക് നിരുപദ്രവമാണ് എന്നർത്ഥത്തിൽ സ്വീകരിക്കുന്നിടത്ത് അത് സത്യവിശ്വാസി ജാഗ്രതയോടുകൂടി കാണണം എന്നാണ് സൂചിപ്പിച്ചത്. അപ്പോ സംസ്കാരങ്ങളിലൂടെ നമ്മൾ ഒരുപക്ഷെ നിരുപദ്രവമാണെന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള സംസ്കാരങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്ന മതത്തിനകത്തേക്ക് വിശ്വാസ, ആചാര, അനുഷ്ഠാന, ആഘോഷങ്ങൾ ഇരച്ചിരച്ച് കയറും എന്നത് നാം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. അവിടെ അള്ളാഹുവിന്റെ ദീനിനെ പെട്ടെന്ന് തെറ്റിപ്പോവുകയില്ല, മറിച്ച് അത് തെറ്റാനുള്ള സാധ്യതകൾ ഉണ്ടാകും എന്നാണ് പരിശോധിക്കേണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. പടച്ചോനെ, സത്യവിശ്വാസം സ്വീകരിക്കുകയും നിന്റെ മാർഗം ഉൾക്കൊള്ളുകയും ചെയ്ത് ഹിദായത്തിന്റെ വഴിയിലെത്തിയതിനു ശേഷം ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ജീവിതത്തെ ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയത്തെ നീ മെല്ലെ മെല്ലെ തട്ടിക്കളയരുത്, മെല്ലെ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാതി മാറ്റരുത് എന്ന് പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ ഉപദേശിച്ചിട്ടുള്ളത്. സത്യം സത്യമായി മനസ്സിലാക്കുവാനും സത്യത്തിന്റെ ആളുകളായി ജീവിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب سبحانك رب العزة عما يصفون وسلام